എന്റെ വീതം നമ്മളാണോ തീരുമാനിക്കുന്നത്? ജനങ്ങളല്ലേ? പരമാവധിയാവുമ്പോഴത്തേക്കും അവരെ പറയും നിർത്തിക്കോളാം. അപ്പൊ അതിന് നിർത്തും, ഞാൻ മുമ്പ് അത് കഴിഞ്ഞ പിന്നെ എനിക്ക് പ്രസക്തിയുള്ളൂ. ജനങ്ങളായാലും പൊക്കിക്കൊണ്ട് പോകുമല്ലേ? അതൊക്കെ നന്നായി. ജനങ്ങളുടെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. അതൊക്കെ എന്റെ മാർക്ക്. അങ്ങനെ നമ്മുടെ നായിക നടന്ന് മെയിൻ റോഡിലെത്തി. അവൾ ആരെയും കാത്തു നിൽക്കുകയാണ്. അവളുടെ മുഖത്ത് ഒരു വിഷാദ ഭാവം, ഒരു മ്ലാനത, ഒരു വിളർച്ച. അതെന്താണെന്ന് അറിയില്ല. അത് ഗർഭിണിയായതുകൊണ്ടാണ് പിന്നെ അവൾ ആരെയും കാത്തു നിൽക്കുകയാണ്. അത് മറ്റാരെയുമല്ല, അവളുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന അവളുടെ പ്രിയപ്പെട്ട കാമുകൻ ജീവൻ. അവനെ കുറിച്ച് പറഞ്ഞാൽ അവനടുത്ത് വന്നതും അവർ തലമുടിച്ചിരുന്നു. അവളുടെ മുഖത്തെ വിചാരം മാറുന്നില്ല. അവളുടെ മുഖത്തെ വിചാരത്തിന് ഒരു കാരണമുണ്ട്. അവളുടെ പ്രാണനാഥൻ ജീവൻ ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ്. ഈ നാട്ടിൽ നിന്നും അവനെ മറ്റൊരു നാട്ടിലേക്ക് മറിച്ചു നടാൻ പോകുന്നു. പണ്ട് വെടിയേറ്റ് വെച്ചിട്ട് ഒരു കാതികൻ ഒരു കാതികൻ ഇങ്ങനെ വരുത്തല്ലേ. കഥയിലേക്ക് തിരിച്ചു വരാൻ തലകുനിച്ചു നിൽക്കുന്ന അവളുടെ അടുത്ത് വന്ന് ജീവൻ പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അത് കേട്ട് അവൾ പറഞ്ഞു, എന്റെ ജിംകുറുട്ടൻ എന്നെ ഇട്ടിട്ട് വിദേശത്തേക്ക് പോവുകയില്ലേ? ജിംകുറുട്ടൻ. അവൾക്ക് സ്നേഹം കൂടുമ്പോൾ അവൾ വിളിക്കുന്ന പേരാണ് ജിംകുറുട്ടൻ. ജീവൻ അവളെ അരികിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്? നിനക്ക് കൂടി വേണ്ടിയിട്ടല്ലേ ഞാൻ വിദേശത്ത് പോകുന്നത്? ഞാൻ വിദേശത്ത് പോയി ധാരാളം പണം ഉണ്ടാക്കി തിരിച്ചു വരും. നീ അത് കേട്ട് അവൾ അവനെ വാരി പുണർന്നു. അവന്റെ ചെവിയിൽ അവൾ പതുക്കെ ഇങ്ങനെ പറഞ്ഞു, പെയിൻ തുടങ്ങിയിട്ടോ? അതെ, പെയിൻ തുടങ്ങി. അതിനെ കണ്ടിട്ട് പെയിൻ തുടങ്ങിയത് എന്റെ ദൈവമേ, നാട് കഴിക്കുന്നത് നിങ്ങൾ കടം വയ്ക്കാൻ വേണ്ടി നിൽക്കുവാണ്. അവർക്ക് പെയിൻ തുടങ്ങി. പെയിൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മനസ്സിനകത്തുള്ള പെയിൻ, വല്ലാത്ത പെയിൻ. അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അവരവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവനവളെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഒന്നക്കാടുകൾക്കുള്ളിൽ ഒരനക്കം അതിനകത്ത് ഒരു ഭീകരത്വം പുറത്തേക്ക് വരികയാണ്. അത് മറ്റാരല്ല, ഉണ്ടക്കാണും കൊമ്പൻ മീശയും കൗര്യമായ മുഖഭാവമുള്ള ഈ കഥയിലെ വില്ലൻ അവന്റെ പേരാണ് രാമകൃഷ്ണൻ. ഇതൊക്കെ ആരാണില്ല? ആ കാശി വരുമ്പോ ഓർമ്മ വന്നിരിക്കുന്ന രാമകൃഷ്ണൻ കാക്ക. അയ്യോ 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 അയ്യോ, എന്റെ ദൈവമേ, ഞാനിത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും? അതെനിക്ക് വിട്ട് ഇന്നത്തോടെ എന്റെ കടലിനെ അവസാനിപ്പിക്കും. ഈശ്വര പ്രിയമുള്ളവരെ, അങ്ങനെ കാത്തിരുന്ന സമയം ആഗതമായിരിക്കുന്നു. ഇനി എന്തും സംഭവിക്കാം. വില്ലൻ അങ്ങനെ വന്ന് മുന്നിൽ നിൽക്കുകയാണ്. ആ നിൽപ്പുകാരെല്ലാം അല്ലിക്കൂട്ടിയുള്ള വരവാണ്. അപ്പൊ അതിനൊക്കെ അറിയാം ഞാൻ പണിയും. ഇങ്ങോട്ട് വാടാ നിന്റെ ഇവരെ തലേന്ന് നീ എന്തിനാണ് ചാകാൻ പോകുന്നത്? അറിയാ പെണ്ണുക്ക് പേര് കൂടി ഞാൻ ആശുപത്രി കൊണ്ടുപോവാ. എന്താ ഞാനില്ല നിൽക്കണവിടെ ജനനോട് നടന്നോളൂ. നിനക്ക് മരിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് കഥകളാം. അതേ സുഹൃത്തുക്കളെ, നമ്മുടെ കഥാനായകൻ ജനനത്തിനും മരണത്തിനും ഇടയിലൂടെയുള്ള ഒരു നൂൽപാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. സർവശക്തിയും എടുത്ത് നേരെ തെക്കോട്ടേക്ക് വേഗത്തിൽ നടന്നു. എനിക്കറിയാം ഇവിടെ തന്നെ വരുള്ളൂ. പോയി തലവരാ. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എല്ലാ മാർഗങ്ങളും അടങ്ങിയിരിക്കുന്നു. പിന്നെ അവനൊന്നും ആലോചിച്ചില്ല. കാരണം കൂട്ടി ഒറ്റയോട്ടം. നിൽക്കണവിടെ ജീവൻ പോകണം. ജീവനോടെ ജീവൻ വെക്കണം. ജീവൻ വിദേശത്ത് പോവുകയാണ്. അവന് ടിക്കറ്റ് കഴിഞ്ഞു. ജീവൻ പോയിരിക്കും. എന്നാൽ ഞാൻ അവനെ കൊന്നിരിക്കും. നിന്നെ ജീവൻ പോയി. നമ്മൾ പ്രതീക്ഷിച്ച ജീവൻ അല്ലെങ്കിൽ ഒരു ജീവൻ പോയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നായകൻ ജീവൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നതിലൂടെ നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു.